തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു അവർ വേൾഡ്, ദ ഫാളൻ ഏഞ്ചൽസ് സൊസൈറ്റി. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കിലോ ചിക്കനാണ്. അതുപോലെ കടുക് 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കട്ടിയുള്ള തൈരാണ്. അതുപോലെ തന്നെ ഏലക്ക കുറച്ച് ചതച്ചത്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആക്ച്വലി നമുക്കിതിലേക്ക് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൂടെ വേണമായിരുന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ നമുക്കത് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഫുട്ടേജ് മിസ്സായി പോയത് കാരണമാണ് നേരത്തെ നിങ്ങളെ കാണിക്കാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മിസ്സായത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ 4 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിയണം. അതിലേക്ക് വെളുത്തുള്ളി 6 അല്ലി, ഇഞ്ചി മീഡിയം സൈസിൽ, ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞിടണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ മിസ്സായി പോയ ആ സവാളയുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ കാണിക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ചെറിയ സൈസ് തക്കാളി നീളത്തിലരിഞ്ഞ് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഒരു 3.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ മതിയാകും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞങ്ങളിവിടെ അത്യാവശ്യം നന്നായിട്ട് സ്പൈസി രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂണാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. എല്ലാ മസാലയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാളയും തക്കാളിയും ആ മസാലയായിട്ട് നന്നായിട്ട് ഒന്ന് കുക്കായി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ 1 കപ്പ് കട്ടിയുള്ള തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈരും ഈ ഒരു മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി എടുക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചേക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ചിക്കൻ നമ്മൾ ഫുൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്.
നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചിക്കനിലെല്ലാം ഈ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് അടി കൂട്ടി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തൈര് എടുത്ത് വെച്ചിരുന്ന ആ പാത്രത്തിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 നുള്ള് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു 5 മിനിറ്റ്സും കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇത് 3 മറക്കാതെ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.